മലയാള സാഹിത്യത്തിന് ആധുനികതയുടെ പുതുനാമ്പുകൾ തളർത്തു തുടങ്ങിയ 60കളിൽ ലോല എന്ന ചെറുകഥയിലൂടെ മലയാളത്തിലേക്ക് കടന്നുവന്ന ഒരു കോളേജ് വിദ്യാർത്ഥി പി പത്മരാജൻ. പിന്നീടിങ്ങോട്ട് മലയാള സാഹിത്യത്തിന്റെ വഴിത്താരകളിൽ വ്യക്തമായ കാൽപ്പാടുകൾ പതിപ്പിച്ചുകൊണ്ടുള്ള ജൈത്രയാത്ര നടത്തിയ സാഹിത്യകാരൻ. എഴുതിയ കഥകളും നോവലുകളുമെല്ലാം പച്ചയായ ജീവിതത്തിന്റെ സംഭവ്യമായ അസാധ്യതകളിലേക്ക് വായനക്കാരനെ എത്തിക്കുന്നതാണ്. ലോല, അമൃതേത്ത്, ഒരേ ചന്ദ്രൻ, ജീവിതചര്യ, റാണിമാരുടെ കുടുംബം, കഥകളിലെല്ലാം തെളിയുന്നത് ചുറ്റുമുള്ള ജീവിതത്തിന്റെ നഗ്നമായ യാഥാർത്ഥ്യങ്ങളാണ്. എഴുത്തിൻ്റെ കാര്യത്തിലും ഈ ഒറ്റ റൈറ്റിങ്ങിൽ അച്ഛനറിയാതെ പൂർണ്ണമാണ് എന്നുള്ളത്. സെക്കൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് വളരെ ഒന്നോ രണ്ടോ തിരുത്തലുകളൊക്കെ ഉണ്ടാവുള്ളൂ. അല്ല അങ്ങനെ മുഴുവൻ മാറ്റി പണിയുന്ന ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. പത്മരാജന്റെ കഥകൾ ജീവിതത്തെ നിഷേധിക്കുന്നവയല്ല, പരിവേദനങ്ങൾ കൊണ്ട് ഉപദ്രവിക്കുന്നില്ല, അരാജകത്വം കൊണ്ട് അധിക്ഷേപിക്കുന്നില്ല. അവ കാൽപ്പനികതയ്ക്കപ്പുറം യാഥാർത്ഥ്യത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്നു. ഒരു നിർമ്മലമായ നദിയാണ് പത്മരാജന്റെ സാഹിത്യം. സാഹിത്യത്തിന്റെ ആ നദി ഒരു സാഗരമാകുന്ന കാഴ്ചയാണ് പി പത്മരാജൻ സിനിമാ ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ കാണുവാൻ സാധിച്ചത്. ഭരതന്റെ സിനിമയ്ക്ക് തിരക്കഥ എഴുതി തുടങ്ങിയ യാത്ര, സ്വന്തം നോവൽ സിനിമയാക്കിയതിലൂടെ സംവിധാനത്തിലേക്ക്, ആദ്യ ചിത്രത്തിൽ തന്നെ ദേശീയ അംഗീകാരം. കള്ളൻ പോയത്രനായാലും നവംബറിൻ്റെ നഷ്ടം ആയാലും ഒക്കെ അച്ഛൻ വി ആർ ടേക്കിംഗ് എ ചാൻസ് എന്നുള്ള രീതിയിലാണ്. കാരണം ഇത് ആളുകൾ സ്വീകരിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. ഒരു പരീക്ഷണ ചിത്രമായിട്ട് തന്നെയാണ് മിക്കവാറും എല്ലാ ചിത്രങ്ങളെയും അച്ഛൻ കണ്ടിരുന്നത്. ഒരിക്കലും അതൊരു സാധാരണ ഒരു മെയിൻ സ്ട്രീമിനോ രുചിയോട് ചേർന്ന് പോകുന്ന ചിത്രങ്ങൾ ആയിരുന്നില്ല. അത് അച്ഛൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രണ്ട് തരത്തിൽ ചിത്രം എടുക്കാം. ഒന്നെങ്കിൽ പൊതുജനത്തിന് സ്വീകാര്യമായ രീതിയിൽ അവരുടെ ടേസ്റ്റിന് അനുസൃതമായി സിനിമ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഭാവുകത്വത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കാം. എനിക്ക് തീർച്ചയായിട്ടും രണ്ടാമത്തെ രീതിയാണ് കൂടുതൽ എൻ്റെ പ്രോസസ്സിന് കൂടുതൽ അഭികാമ്യം എന്ന് തോന്നുന്നു എന്നൊരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. രചയിതാവിന്റെ വിരൽപ്പാടുകൾ സ്പഷ്ടമാക്കുന്ന കൃതികൾ, ഓരോ കഥാപാത്രങ്ങളിലും ജീവിതം അറിഞ്ഞവന്റെ ഉൾക്കാഴ്ച ദർശിക്കുവാൻ സാധിക്കുന്ന സിനിമകൾ, നക്ഷത്രങ്ങൾ കാവൽ നിൽക്കുന്ന ആകാശത്തേക്ക് ഒരു ജനുവരിയുടെ പ്രഭാതത്തിൽ ഉറക്കത്തിന്റെ തേരിലേറി കടന്നുപോയ മലയാളത്തിന്റെ സ്വന്തം ഗന്ധർവൻ. ആ പടം എടുക്കാൻ പോയപ്പോൾ നേരത്തെ തൊട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഈ കാണാമറയത്തുള്ളതിനെ കുറിച്ചൊക്കെ എഴുതാൻ ഞാൻ പറഞ്ഞല്ലോ, കൊച്ചിലേ തൊട്ട് അമ്മ കഥ പറഞ്ഞു കൊടുത്തിട്ട് പല യക്ഷി, ഗന്ധർവൻ അങ്ങനത്തെ ഉള്ള സങ്കല്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ചൊരു പടം എടുക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. എപ്പോൾ പറയുമ്പോഴും ഞാൻ പറയും നമ്മൾ മാത്രമേ പടം കാണാനുണ്ടാവുള്ളൂ, പടം എഴുതിയ ഓടില്ല എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും അദ്ദേഹത്തിന് അതിനെ വേണ്ട എന്ന് പറഞ്ഞ് നിർത്തുമായിരുന്നു. പക്ഷെ അവസാനമായപ്പോൾ പറഞ്ഞു, നിങ്ങളെന്നാണ് എന്നോട് പറയുന്നത്, നിങ്ങളിനി ഒന്നും പറയണ്ട, ഞാൻ അവനെ കാറ്റാൻ പോവുകയാണെന്നും പറഞ്ഞിട്ടാണ് ഗന്ധർവൻ എഴുതിയത്. പക്ഷെ അത് തുടക്കം മുതലെല്ലാം ഇങ്ങനെ മുടക്കങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. മുന്നേ മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് പറഞ്ഞ ഒരു വാചകം അത് കല്ലിൽ കുത്തിവെച്ച പോലെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ അന്ന് ഗന്ധർവൻ ഇറങ്ങി സമ്മിശ്ര പ്രതികരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. കുറേ പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല, കുറേ പേര് വിളിക്കുന്നുണ്ട്. പലരും പപ്പേട്ടനത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ സിനിമാക്കാർ തന്നെയുണ്ട്. അപ്പം അച്ഛനാകപ്പാടെ അങ്ങ് മനസ്സുമല്ലാതെ കലങ്ങിയിരുന്നു. ജനുവരിയുടെ നഷ്ടമാണ് പത്മരാജൻ. എഴുതിയതൊന്നും പതിരാവാത്ത എഴുത്തുകാരൻ. അവയെല്ലാം ഇന്നും മലയാളി മനസ്സിൽ ഭദ്രം. ഒരുപക്ഷെ ഒരു കലാസൃഷ്ടി ആസ്വദിക്കപ്പെടാൻ ഒരു പുതിയ തലമുറ പിറക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ വരാം എന്നെഴുതി. ശരിക്കും അതാണിപ്പോൾ സംഭവിക്കുന്നത്. അച്ഛൻ്റെ മരണശേഷം ഇപ്പോൾ 34 വർഷമായി. അച്ഛൻ്റെ പടങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് 30-ന് താഴെയുള്ള പ്രായക്കാരാണെന്ന് തോന്നുന്നു. കൂടുതലും
ചെറുപ്പക്കാരാണ്. അപ്പോൾ അവർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പം നേരത്തെ വളരെ മുൻപേ പറഞ്ഞു വെച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പതിനാറ് വർഷത്തിനിടയിൽ 36 തിരക്കഥകൾ, 18 സിനിമകളുടെ സംവിധായകൻ. മലയാളി ഒരിക്കലും മറക്കാത്ത ഒരു കൂട്ടം ഓർമ്മകൾ സമ്മാനിച്ചാണ് ആ പ്രതിഭ ഈ ലോകത്തു നിന്നും മടങ്ങിയത്. 46-ാമത്തെ വയസ്സിൽ ഇതുപോലൊരു ജനുവരിയിൽ രാത്രിയുടെ ഏതോ യാമത്തിൽ മരണത്തിൻ്റെ തെക്കൻ കാറ്റിൻ്റെ ചിറകിലേറി ഈ മണ്ണിൽ നിന്നും വിണ്ണിലേക്ക് കടന്നുപോയ ഗന്ധർവൻ പി. പത്മരാജൻ്റെ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇന്നും നാം ഓരോരുത്തരും.